എനിക്ക് അതേപോലെ തോന്നി. ഇപ്പം നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നതും അതേപോലെ ഇങ്ങനെ ഈ പിടിച്ചിരിക്കുന്ന ഒരു ഫാമിലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ എല്ലാം എൻജോയ് ചെയ്യുന്നു, ഇങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല. ഇപ്പൊ ചേട്ടൻ പറയുമ്പോഴാണെങ്കിൽ പോലും പണ്ട് ഞാൻ എൻ്റെ വീട്ടുകാരുടെ കൂടെ ആയിരുന്നു, അപ്പോൾ അവരുടെ റെസ്ട്രിക്ഷനിലാണ് പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നിങ്ങളൊരു ഫാമിലി ആയിട്ട് നിൽക്കുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് ഫീൽ ചെയ്ത് നിങ്ങൾ ഒന്നും കൂടെ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു വൈബായിട്ടാണ് തോന്നിയത്. ലെറ്റ് ഇറ്റ് ബി, എന്താണോ ആ രീതിയിൽ പോകുന്ന ഒരു ഹാപ്പി കപ്പിൾ പോലെയാണ് തോന്നുന്നത്. പക്ഷെ എല്ലായ്പ്പോഴും ഹാപ്പി ആയിരിക്കില്ലല്ലോ. അപ്പൊ അതല്ലാത്ത മൊമെന്റ്സ് ഒക്കെ നിങ്ങൾ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? പെറ്റ്സിന്റെ കൂടെ ഇരിക്കും. ചേട്ടൻ ഒരു നല്ല മൂവീസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. സീരീസ് ആണെങ്കിലും ഒക്കെ എൻജോയ് ചെയ്തിട്ട് കാണുന്ന ഒരാളാണ് ചേട്ടൻ. എനിക്ക് തോന്നുന്നു കുറച്ചു നേരം അങ്ങനെയൊക്കെ കണ്ട ഒന്ന് റിഫ്രഷ് ആവും. പെറ്റ്സിന്റെ കൂടെ ഇരുന്ന ഓക്കെ ആവും. എനിക്കൊക്കെ പെറ്റ്സിന്റെ കൂടെ ഇരുന്ന പെട്ടെന്ന് മൂടിയാണെങ്കിൽ ആദ്യം ഞാൻ ചൂസ് ചെയ്യുന്നത് എൻ്റെ ഡോഗ്സിന്റെ കൂടെ പോയി ടൈം സ്പെൻഡ് ചെയ്യും. അതായിരിക്കും എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു റിലീഫ് കിട്ടുന്നത്. ചേച്ചി പണ്ട് മുതലേ പെറ്റ് ലവർ ആയിരുന്നോ അത് പുള്ളി ലൈഫിൽ വന്നതിന് ശേഷം? പണ്ട് തൊട്ടായിരുന്നു. പക്ഷെ 10th സ്റ്റാൻഡേർഡ് ആവാതെ അമ്മ ഡോഗിനെ എടുത്ത് തരില്ല എന്ന് പറഞ്ഞു. അതായത് സ്വന്തമായിട്ട് ഡോഗ് ലവർ ആയിരുന്നു. അങ്ങനെ പുറകെ നടന്ന് ഈ പറഞ്ഞ പോലെ ജീവികളൊക്കെ ഇഷ്ടമാണ്, പക്ഷെ വളർത്താൻ പട്ടിയെ മാത്രമേ ഇഷ്ടമുള്ളൂ. 10th സ്റ്റാൻഡേർഡ് ആയപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ടൊരു പട്ടിക്കുട്ടി എടുത്തു തരുന്നത്. അത് ഇതുപോലെ റോട്ട് വൈലർ ആഗ്രഹിച്ചിരുന്ന എനിക്ക് പഗ്ഗിനെയാണ് അമ്മ എടുത്തത്. റോട്ടിനൊന്നും എടുത്തു തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പഗ്ഗെങ്കിൽ ഏതെങ്കിലും ഒരു ഡോഗിനെ എനിക്ക് വളർത്തണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ വെറുത്ത് സമ്മതിച്ചാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പഗ്ഗിനെ വളർത്തി. അങ്ങനെ ഇഷ്ടമായി. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു റോട്ടിനെ കാണുന്നത് അർജുൻ ചേട്ടൻ്റെ തൊട്ട് അങ്ങനെയൊക്കെ പാമ്പറൊക്കെ ചെയ്യുന്ന അർജുൻ ചേട്ടൻ്റെ റോട്ടിനെയാണ്. ഇപ്പൊ ഈ പുതിയതായിട്ട് കാളയുടെ പേരെന്തായിരുന്നു? നന്ദികേശ്വർ. ഓക്കെ. ഇപ്പൊ ഇതുമായിട്ടുള്ള ഒരു ലൈഫ് എങ്ങനെയാണ് പോകുന്നത് ചേച്ചി? ഈ ആദ്യം ഈ പട്ടികളെ ലൈക്ക് ട്രീറ്റ് ചെയ്യുന്നതും അത് കാണുമ്പോഴേ ആൾക്കാർക്ക് വേറൊരു ഇത് ഇങ്ങനെ ഒരു സംഭവമാണ്. അത് സൗഭാഗ്യം നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഈ ടീച്ചറാണ് അറിഞ്ഞുകൊണ്ട് ചെയ്താണോ അറിയാതെ ചെയ്താണെന്ന് അറിഞ്ഞൂടാ. നമ്മളെപ്പോഴും ഡോഗിനെ ഒരു ആനിമലിനെ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് അതുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടോ, അതിൻ്റെ എനർജി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ടാണ് ഒരു പെറ്റിനെ തിരഞ്ഞെടുക്കാൻ. ഒരു വർക്കിംഗ് ക്ലാസ് ഡോഗിനെ എടുത്ത് നമ്മൾ വീട്ടിലിട്ട് എപ്പോഴും കൂട്ടിയിട്ട് വെച്ചൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അഴിച്ചു വിട്ടാൽ കടിക്കും, ആര് പിടിച്ചാലും വലിച്ചുകൊണ്ട് ഓടും എന്നൊക്കെ പറയാം. അത് കാര്യം എന്ന് പറഞ്ഞാൽ അത്ര എനർജി ഉണ്ട്. പ്രോപ്പറായിട്ട് അതിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ അതിനൊരു ബിഹേവിയർ പറഞ്ഞെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെ വളർത്തരുതെന്ന് പറയും. സ്വാഭാവികം എൻ്റെ കൂടെ ജീവിച്ചപ്പോഴത്തേക്ക് തൊട്ട് സ്വാഭാവികം അറിയാം നമ്മൾ എന്ത് കണ്ടാലും നമ്മൾ വാങ്ങിക്കും. നമ്മളെ കൊണ്ട് പറ്റുകയാണോ നമുക്ക് വാങ്ങിക്കും എന്നുള്ളത് സ്വാഭാവികം അറിയാം. ഇപ്പം പെട്ടെന്നൊരു കാളെ കണ്ട് ഷോക്കായി പോകാനൊന്നും എൻ്റെ ഭാര്യ നിൽക്കില്ല. പക്ഷെ ഞാൻ കാളെ വാങ്ങിച്ചുകൊണ്ട് വരുമായിരിക്കും എന്നിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. അവിടെയോ ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് പോയതല്ല. ഞാൻ ജസ്റ്റ് എന്താണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊള്ളാമെന്നുണ്ടെന്ന്. വൈഫ് തമിഴ്നാട്ടിലെ കാര്യമാകുമ്പോൾ നമുക്ക് തമിഴ് കൾച്ചറൊക്കെ എന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ തമിഴ്നാട്ടിൽ പോയി വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയത്. ഇസ്ലാം പട്ടിയൊക്കെ അല്ലേ, ആരും പരിചയമൊന്നുമില്ല, ചുമ്മാ പോയി അവരോട്. ഇല്ലില്ല, കുറച്ച് ഫ്രണ്ട്സും ഞാനും 2 ഫ്രണ്ട്സും. അപ്പം അങ്ങനെ അവിടെ വെച്ച് 2 പേരെ പരിചയപ്പെട്ട് അവർ പറഞ്ഞ് നമ്മളെ സ്ഥലത്ത് വന്ന് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമോ പൊങ്കൽ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പറയുമല്ലോ, സീരിയൽ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഗൂഗിളിലൊക്കെ എടുത്ത് നോക്കിയാൽ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമായി. അപ്പം അങ്ങനെ അവർ അവരുടെ നാട്ടിൽ തന്നെ വിളിച്ചുകൊണ്ട് പോയി പൊങ്കലിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ പൊങ്കൽ എന്താണെന്ന് മനസ്സിലായി. അവിടെ കുറേ മറ്റേ നമ്മൾ ഓണത്തിനുള്ള പോലെ ഓട്ട മത്സരം, കുറിയടി മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അപ്പോൾ പൊങ്കൽ എന്താണ് കുറേ കൂടെ മനസ്സിലായി. അപ്പം ഇവർ ഈ കാളയെ പറ്റി ഭയങ്കര പെരുമയായിട്ട് പറയണതും മുട്ടുകിടായ ഉണ്ടല്ലോ, ഇടിക്കുന്ന ആട്, കൊമ്പിങ്ങനെ ഇരിക്കുന്ന ആട്, അതൊക്കെ ഞാൻ കണ്ടു. അപ്പം എനിക്കിതൊക്കെ കുറച്ച് പൊതുവെ എൻ്റെ ബ്ലഡിൽ അതുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഹൈപ്പറായിട്ട് പറയുമ്പോഴേ എൻ്റെ ഫ്രണ്ട്സ് 2-3 പേരും സ്വാഭാവികം ചെറിയ തീരുമാനിച്ച് ഞാൻ വാങ്ങിക്കും. അപ്പോൾ ഇവർ പറയണം അപ്പോൾ വാങ്ങിക്കുക തന്നെ, എനിക്ക് വാങ്ങിച്ചോണ്ടോ, സർപ്രൈസ് ഒന്നും വേണ്ട. ഞാൻ ചുമ്മാ കാണാൻ വന്ന്. പക്ഷെ 1 മാസം ആയപ്പോൾ തലയിലടിച്ച്. ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അർജുൻ ചേട്ടൻ ഡോഗ്സിന് എല്ലാ ബ്രീഡ്സിനും വളർത്തി ആ സ്കിൽസ് ഒക്കെ കാണിച്ച ആ ഒരു ഫൺ പോയെന്ന് തോന്നുന്നു. കാരണം ഓൾമോസ്റ്റ് ഈ വളർത്താൻ ഡിഫിക്കൽട്ടായിട്ടുള്ള എല്ലാ ഡോഗ്സിനെയും വളർത്തി അതിനെ ട്രെയിൻ ചെയ്ത് പ്രസന്റ് ചെയ്ത് ആൾക്കാരൊക്കെ വന്ന് കാണാം. എല്ലാവരും പൊതുവെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും അർജുൻ ഡോഗ് വളർത്തുന്ന പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടാണ്. അർജുൻ്റെ ചേട്ടൻ്റെ റോട്ട് വൈലറിനൊക്കെ എപ്പോഴും എല്ലാവരും ഭയങ്കരമായിട്ട് പുകഴ്ത്തി സംസാരിച്ചു. അർജുൻ്റെ റോട്ട് ഭയങ്കര അനുസരണയാണെന്നൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നു അടുത്ത ലെവലിലോട്ട് പോകാൻ പറഞ്ഞു. ഷോ ഡോഗ് അല്ല, വീട്ടിൽ വളർത്തുന്നതാണ്. പെറ്റ് ഡോഗായിട്ട് വളർത്തുന്ന കാര്യമാണ് പറഞ്ഞത്. ഷോ ഡോഗ്സ് വളർത്തുന്ന വളരെ നല്ല ആൾക്കാരൊക്കെ നമുക്കറിയാം. നമ്മൾ ഷോ ഡോഗ്സിന്റെ കാര്യമേ അല്ല പറഞ്ഞത്. ഒരു ബിഹേവിയർ കൊള്ളാന്ന് നമ്മളെ സർക്കിളുള്ളവർ പറയാറുണ്ട്, എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ. അടുത്ത ലെവലിലോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കാളയുടെ ഒരു തീരുമാനത്തിൽ എത്തിയത് തോന്നുന്നു. ഇനി അടുത്ത ലിസ്റ്റിൽ ഇതിന്റെ അടുത്ത് എന്തെങ്കിലും മൈൻഡിലുണ്ടോ? കുതിരയൊക്കെ ഉണ്ട്. ഇനി ആനയും കൂടെ ഉള്ളു. ഇല്ല, കുതിരയും കാളയൊക്കെ ഏകദേശം സെയിം റേഞ്ച് അല്ലേ? ആനയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഹോഴ്സും ബുള്ളും ഒക്കെ ഏകദേശം സെയിം റേഞ്ച് തന്നെ, എനർജി ഒക്കെ സെയിം. അത് തന്നെ
നമുക്ക് വളർത്താൻ ഇപ്പം ആനയാണെങ്കിൽ ആന പാപ്പാൻ മറ്റേ ലൈസൻസ് പാപ്പാൻ വേണം, അവന് നമ്മൾ ചിലവ് കൊടുക്കണം, അതൊന്നും ഇതൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ പരീക്ഷിക്കില്ലായിരുന്നു അർജുൻ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ. കാരണം ഞാൻ അത്രയ്ക്ക് ഭയങ്കര ഒരു എന്താ എനർജി കാണിക്കാൻ പറ്റുന്ന ഒരു ആൽഫ ഒരു ടൈപ്പ് ഒന്നും അല്ല. ഡോമിനേഷൻ നമുക്ക് നല്ല രീതിയിൽ കാണിക്കാൻ പറ്റിയാലേ ഇതിനൊക്കെ ഒരു കൺട്രോളിൽ നിർത്താൻ പറ്റുള്ളൂ. അത് അർജുൻ ചേട്ടനെ കൊണ്ടേ പറ്റൂ. എനിക്കൊന്ന് കേരളത്തിലെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കപ്പിൾ ചിലപ്പോൾ നിങ്ങളായിരിക്കും. ആരും അത് ഇഷ്ടംപോലെ ഞാൻ കാണിച്ചു തരാം. കേരള പെറ്റ് ഫാം അവർ അല്ലേ? അതെ, ആരാ? കേരള പെറ്റ് ഫാം രഞ്ജിത്തും സൂതിയൊക്കെ അവർ ഭയങ്കര ഇതായിട്ടാണ് വളർത്തുന്നത്. അതെ അതെ അതെ. നമ്മൾ വളരെ നമ്മളെക്കാളും വളരെ പ്രൊഫഷണലാണ് അവർ. പിന്നെ അവർക്ക് ഇഷ്ടം പോലെ സ്ഥലം ഒക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് ലിമിറ്റേഷൻസിലാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ എൻക്വയറീസ് ഒക്കെ ചോദിക്കുന്നവരുണ്ടോ? അതായത് നിങ്ങൾ ഈ പെറ്റ്സിനെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും ഇതേപോലുള്ള ഓരോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ ചേട്ടൻ ചോദിക്കും. ചുമ്മാ ട്രെയിൻ ചെയ്യാനൊക്കെ വിളിക്കും, ചേട്ടൻ പോവില്ല. ചേട്ടാ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടാണ് കണ്ടുപിടിച്ചു. ചുമ്മാ ചേട്ടൻ പറഞ്ഞു ഞാൻ എന്റെ പട്ടിയെ ഞാൻ വേറൊരു പട്ടിക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു മൈൻഡ് സെറ്റ്. ഇപ്പം ഞാൻ പേഴ്സണലി ചോദിക്കട്ടെ, എനിക്ക് കണ്ടല്ലോ നേരത്തെ, എനിക്ക് നല്ല പേടിയാണ് സീരിയസ്ലി. അത് എനിക്കറിയത്തില്ല ഇതെങ്ങനെ. ഇപ്പോൾ ഒരു പട്ടിയോ വന്ന് മിണ്ടാതെ നിന്നാൽ പോലും എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഇടിക്കും. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാം അതവിടെ മിണ്ടാതിരിക്കുകയാണെന്ന് അറിയെങ്കിലും ഇങ്ങനെ, അതായത് ഒരു റോഡിന് ഞാൻ പോകുമ്പോൾ എൻ്റെ നേരെയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഞാൻ ക്രോസ് ചെയ്യും. ശരിക്കും പറയാം, ഞാൻ ക്രോസ് ചെയ്ത് എനിക്ക് തെറ്റാണെന്ന് ഞാൻ പറയൂല. എന്റെ ഫ്രണ്ട്സ് പാമ്പാണ് പറഞ്ഞെങ്കിൽ ഞാൻ ഓടൂലേ. ഒരു പാമ്പാണെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കില്ല, ഞാൻ ഓടിപ്പോ. എന്റെ ഫോബിയാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ വിചാരിക്കും അങ്ങനെ ഇപ്പൊ എല്ലാ പട്ടികളും കടിക്കാനായിട്ടായിരിക്കില്ലല്ലോ നിൽക്കുന്നത്. അറിയില്ല. പക്ഷെ അപ്പൊ ഞാൻ വിചാരിക്കും പേടി മാറ്റണം എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ അത് മാറിയിട്ടില്ല. അങ്ങനെ ഒരു വീട്ടിൽ വളർത്തണോന്ന് സമ്മതിക്കൂല, അത് വേറെ കാര്യം. എന്റേതല്ലാത്തൊരു പട്ടി എനിക്ക് പേടിയാണ്. എന്നാലും ചേച്ചിക്ക് അത്ര ഒരു പേടി വരത്തില്ലല്ലോ. ചേച്ചി യൂസ്ഡ് കൂടുതൽ അറിയുമ്പോഴത്തേക്ക് കൊച്ചു പിള്ളേർക്ക് ഒരു ഭയങ്കര മൂർച്ചുള്ള കത്തിയാണെന്ന് അവർ എടുക്കായിരിക്കും. നമ്മൾ കുറച്ചും കൂടെ അറിയുമ്പോഴല്ലേ നല്ല മൂർച്ച എടുത്ത കൈ മുറിയെന്ന് അറിയുമ്പോഴേ നമ്മൾ പേടിക്കണം. ഇതുകൊണ്ട് പട്ടിയെ പറ്റി കൂടുതൽ അറിയുമ്പോഴാണ് കുറച്ച് പേടിയൊക്കെ വരുന്നത്. വേറൊരു ഡോഗ് അർജന്റീന കൊണ്ടുവന്നിട്ട് പോയി തൊട്ടോന്നൊന്നും പറഞ്ഞൊന്നും ഞാൻ തൊടത്തൊന്നുമില്ല. എനിക്ക് പേടിയാണ്. എനിക്ക് എന്റെ ഡോഗിനെ മാത്രമേ വിശ്വാസമുള്ളൂ, എന്റെ ഡോഗിനെ മാത്രമേ എനിക്ക് പേടിയില്ലാതുള്ളൂ. ഓക്കെ. ഇപ്പൊ ഈ ന്യൂസ് ഒക്കെ കാണാറില്ല, ഇങ്ങനെ ഈ പട്ടികൾ ഇങ്ങനെ ആക്രമിക്കുന്ന സംഭവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? മനുഷ്യരെ ആക്രമിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യണത്? ന്യൂസ് പറഞ്ഞില്ലേ, മനുഷ്യരെ ആക്രമിക്കുന്നു, രാത്രി ഇപ്പം പിടിച്ചു പറിക്കുന്നു, കള്ളന്മാര് കുത്തിക്കൊല്ലുന്നു, പെമ്പിളെ റോഡിനൊക്കെ സമ്മതിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് ആക്രമിക്കും. അതുപോലെയൊക്കെ തന്നെ ഉള്ളു പട്ടിയുടെ കാര്യം. എല്ലാ പട്ടികളും ഒരുപോലെ അല്ല, എല്ലാവരും വീട്ടിലെ പട്ടി ഒരുപോലെ അല്ല, റോഡിലുള്ള എല്ലാ പട്ടിയും ഒരുപോലെ അല്ല. ഈ റോഡിലുള്ള പട്ടി കടിച്ചെന്ന് പറഞ്ഞു, ഈ കടിക്കുന്ന പട്ടിയാണ് അമ്മ പോയി അടിച്ചു കൊല്ലണത്. കടിക്കുന്ന പട്ടിയല്ലേ, മിണ്ടാ കിടക്കുന്ന പട്ടിയെ ഓടിച്ചിട്ട് അടിച്ചോളൂ. ഞാൻ ഇന്നലെയും കണ്ടല്ലോ, ഒരു നടന്നോണം അടിക്കും, ഒരു കമ്പെടുത്തൊരു പട്ടിയെ, ചുമ്മാ ഒരു പട്ടി കിടന്ന് ഉറങ്ങണം, കമ്പെടുത്ത് കഴിഞ്ഞ് പട്ടി ഓടിക്കണം. ഇനി അതിന് മുമ്പ് എന്തെങ്കിലും പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഒന്നും അറിഞ്ഞൂടാ. എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നുമേ ജനറലൈസ് ചെയ്യാനൊന്നും പറ്റൂല. ഉപദ്രവിക്കുന്ന പട്ടികള് എനിക്ക് പറയാനുള്ളത്, ഈ നാടൻ പട്ടിയൊക്കെ വീട്ടിൽ വളർത്തുകൊണ്ട് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. ഏത് പട്ടിയെ വീട്ടിൽ വളർത്തിയാലും നമ്മൾ വെളിയിൽ പട്ടി ചാടിപ്പോയി മേറ്റാവുന്ന നാട്ടിൽ ആൾക്കാർ മെനക്കെട്ട് ഗവൺമെന്റ് ഒക്കെ കൊണ്ട് ന്യൂട്രലൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് പട്ടികളെല്ലാം. അപ്പൊ ചെവി ഇങ്ങനെ കട്ടി ഇങ്ങനെ കണ്ടാൽ അറിയാം നമുക്ക് ന്യൂട്രൽ ചെയ്ത പട്ടികളാണെന്നുള്ളത്. പിന്നെ ഇതെങ്ങനെ പട്ടിക്കുട്ടികൾ ഉണ്ടാവണം? ഈ വീട്ടിൽ വളർത്തുന്ന പട്ടികൾ ചാടി പോണതാണ്. അല്ലെങ്കിൽ ഈ രണ്ട് പട്ടിയെ വീട്ടിൽ വളർത്തിട്ട് ശ്രദ്ധിക്കാതെ ഒരുമിച്ച് വിട്ടാൽ ഇല്ല, വീട്ടിനകത്ത് തന്നെ മേറ്റാവണ കുട്ടികളെ എടുത്ത് റോഡിൽ വിടും. അങ്ങനെ ഗേറ്റ് തുറന്നിട്ടേക്കുന്ന ഇഷ്ടം പോലെ വീടുകളുണ്ട്. വീട്ടില് പട്ടിയെ വളർത്തിയിട്ട് ഗേറ്റ് തുറന്നിട്ട് പട്ടി എവിടെ അത് വെളിയിലൊക്കെ പോയി കറങ്ങി മൂത്രമൊക്കെ ഒരു സന്തോഷം തന്നെ. അങ്ങനെയല്ല ഡോഗിനെ വളർത്തുന്നത്. അപ്പൊ അത് വെളിയിൽ പോയി മേറ്റ് ആവണുണ്ടോ ഇല്ലെന്നൊക്കെ ഈ ഓണർ എങ്ങനെ അറിയും? അങ്ങനെ ഇറസ്പോൺസിബിൾ ആയിട്ട് പട്ടിയെ വളർത്തുമ്പോഴാണ് ആ ഏരിയയിൽ പോയി വേറെ ഡോഗായിട്ട് മേറ്റായി അവിടെ മൊത്തം ലിറ്ററായി പട്ടിക്കുട്ടികളായി ഇങ്ങനെ ഇതാവുന്നത്. ഗവൺമെന്റ് വിദ്യാഭ്യാസമൊക്കെ മനുഷ്യനാണല്ലോ ഉള്ളത്. ഇപ്പൊ മനുഷ്യന്മാരെ ശ്രദ്ധിക്കാന്നുള്ളതാണ്.